അസമിന്റെ ശബ്ദം നിലച്ചു. ജനങ്ങളൊക്കെ ഇപ്പോൾ ആരാധകർ അടക്കം വല്ലാത്ത നിരാശയിലും സങ്കടത്തിലുമൊക്കെയാണ്. ഒരുപക്ഷെ കുറച്ചുകൂടി ആളുകളിലേക്ക് എത്തേണ്ട ഒരാളായിരിക്കാം സുബിൻ ഖാർഗെ. പലർക്കും അദ്ദേഹത്തെക്കുറിച്ച് സംഗീത പ്രേമികൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ പാട്ട് പലരും കേട്ടിട്ടുണ്ടാകും. ഇത് പാടിയത് ഇദ്ദേഹമാണെന്ന് പലർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ ഒരു ഇതിഹാസമായി മാറേണ്ട മനുഷ്യനാണ് പൊലിഞ്ഞു പോയത് എന്ന്, പൊടുന്നനെ പൊലിഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം. ആരാണ് സുബിൻ ഖാർഗെ? അസമിന്റെ ശബ്ദം നിലച്ചു എന്നാണ് വാർത്താക്കുറിപ്പുകളിൽ, പത്രങ്ങളുടെ തലക്കെട്ടുകളിലൊക്കെ വന്നിട്ടുള്ളത്. അസമിലെ മനുഷ്യർ, സംഗീത പ്രേമികൾ, അസമിലെ മാത്രമല്ല കേട്ടോ, ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾ അത്രത്തോളം ആരാധനയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു സുബിൻ ഖാർഗെ. അദ്ദേഹത്തിന് വളരെ പെട്ടെന്നുള്ള ഒരു ആകസ്മിക മരണമാണ്. സുബിൻ ഖാർഗെ ആരാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോൾ എത്രത്തോളം അദ്ദേഹം പാടിയ പാട്ട് ഏതാണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. ഇന്ത്യ മുഴുവൻ എന്നല്ല, ലോകം മുഴുവൻ ഏറ്റുപാടിയ ദ ഗാങ്സ്റ്റർ എന്ന സിനിമയിലെ യാ അലി എന്ന വളരെ പ്രശസ്തമായ ഗാനം അദ്ദേഹത്തിൻ്റെയാണ്, അദ്ദേഹത്തിൻ്റെ ശബ്ദമാണ്. അപ്പൊ എല്ലാവരും തന്നെയൊക്കെ കേട്ടിട്ടുണ്ടാവും ആ പാട്ട്. എനിക്കൊക്കെ ഞാൻ അദ്ദേഹം സുബിൻ ഖാർഗെ, ഞാനൊരു ചലച്ചിത്ര പ്രവർത്തകനും സംഗീത സംവിധായകനും കൂടി ആയതുകൊണ്ട് സുബിൻ ഖാർഗെ ആരാണെന്ന് നേരത്തെ അറിയാവുന്ന ഒരാളാണ്, അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ കലാരംഗം, പ്രത്യേകിച്ച് സംഗീതവും സിനിമയും അതുല്യ പ്രതിഭകളുടെ അകാല വിയോഗത്തിൽ പലപ്പോഴും സങ്കടപ്പെടാറുണ്ട്. നമുക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അകാല വിയോഗം ഉണ്ടാവാറുണ്ട്. വ്യവസായികളായിട്ടുള്ള, സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ അകാല വിയോഗം ഉണ്ടാവാറുണ്ട്. സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകേണ്ട ആളുകളാണ്. പക്ഷെ നമുക്ക് അതിനൊക്കെ അപ്പുറത്ത് ഒരു കലാകാരൻ വിടവാങ്ങുമ്പോൾ, ഒരു കലാകാരി വിടവാങ്ങുമ്പോൾ നമുക്ക് വല്ലാതെ വേദന. ആരോ നഷ്ടപ്പെട്ടു. നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദം അതിനി ഇല്ലല്ലോ, അവരുടെ കലാരൂപങ്ങൾ ബാക്കിയുണ്ട് എന്ന് പറയുന്നതാണ്. ഇപ്പോൾ അകാലത്തിൽ പൊലിഞ്ഞു പോയ ഈ നക്ഷത്രങ്ങൾ, ഞാൻ അവയെ ഒറ്റ നക്ഷത്രങ്ങൾ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു വെള്ളിവാനിൽ ഇങ്ങനെ ഒറ്റ നക്ഷത്രമായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന, ദീപ്ത നക്ഷത്രങ്ങളായിട്ട് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അവർ. ഇപ്പം ഞാൻ എൻ്റെ ചലച്ചിത്ര പ്രവർത്തനത്തിനിടയിൽ നിരവധി ഇത്തരത്തിലുള്ള കലാകാരന്മാരെ നഷ്ടപ്പെട്ട് കണ്ട് സങ്കടപ്പെട്ടിട്ടുള്ള ആളാണ്, മലയാളികളെ പോലെ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്ന ചില ആളുകൾ, അവരുടെ പേരുകളിൽ നിന്ന് നോക്കിയറിയാം. ഗിരീഷ് പുത്തഞ്ചേരി, മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പാട്ടെഴുത്തുകാരൻ, തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം അകാലത്തിലാണ്, ഒരുപാട് വർഷം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്, ഞങ്ങളൊക്കെ സമകാലികരാണ്. അങ്ങനെ ഒരാളായിരുന്നു. അതുപോലെ തന്നെ ബാലഭാസ്കർ, വിശ്രുതനായ ഒരു വയലിനിസ്റ്റായിട്ട് മാറേണ്ട ആളാണ്. അപ്പോൾ വാഹനാപകടത്തിൽ അദ്ദേഹം മരിക്കുന്നത്. ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകേണ്ട ആളായിരുന്നു. നരേന്ദ്രപ്രസാദ് സാർ, നടനും നാടകപ്രവർത്തകനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു കലാകാരൻ. മുരളിച്ചേട്ടൻ, നടൻ മുരളി, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയായിരുന്നു. ടി എ റസാഖ്, തിരക്കഥാകൃത്തായിട്ടുള്ള, മലയാളത്തിലെ എക്കാലത്തെയും വലിയ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായിട്ടുള്ള ആൾ. അദ്ദേഹത്തിൻ്റെ അനുജൻ ടി എ ഷാഹിദ്, അദ്ദേഹം വലിയൊരു കൊമേഴ്സ് തിരക്കഥാകൃത്തായിരുന്നു. അദ്ദേഹം അകാലത്തിലാണ് പൊഴിഞ്ഞു പോയത്. ഇളയരാജ സാറിൻ്റെ മകൾ ഭവതാരിണി, ക്യാൻസർ രോഗിണിയായിട്ടാണ് അവർ മരിക്കുന്നത്. ഇതിനേക്കാളും സങ്കടകരമായ ഒന്നായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ വിയോഗം. അപ്പോൾ ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. ഇവരൊക്കെ ചിട്ടയായ ജീവിതം ഒക്കെ ജീവിച്ചിരുന്നുവെങ്കിൽ മദ്യവും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും, ചിട്ടയായ ജീവിതം എന്നല്ല ഞാൻ പറയാം, അതിൻ്റെ അഭാവം എന്നാണ് ഞാൻ പറയുക. ആരോഗ്യ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ അലംഭാവം പുലർത്തിക്കൊണ്ട് ജീവിച്ചു എന്നാണ് ഞാൻ പറയുക. ഈ കലാകാരന്മാർക്ക് പൊതുവേ ഉള്ള, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്കും അല്ലെങ്കിൽ സിനിമയിലുള്ളവർക്കും ഒക്കെ പൊതുവെ അത്തരത്തിലൊരു പണ്ടൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ കുറേയൊക്കെ അതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ കലാകാരന്മാർ ഇപ്പോഴും അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടില്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു നിരീക്ഷണം എന്നോട് പറഞ്ഞത്, രാഷ്ട്രീയക്കാർ ഒരിക്കലും ആത്മഹത്യ ചെയ്യാറില്ല. വലിയൊരു നിരീക്ഷണം. അത് വേറെ കാര്യം. അവരൊരിക്കലും ആത്മഹത്യ ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നു അവർ വളരെ പ്രതീക്ഷയോടെ ജീവിക്കുന്ന ആളുകളാണ്. അവർക്ക് നാളെ ഒരു സ്ഥാനം കിട്ടണം, ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണം, എപ്പോഴും ഒരു പ്രതീക്ഷ അവരെ നയിക്കുന്നുണ്ട്. പക്ഷെ ഈ പലപ്പോഴും കലാകാരൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവന് ഒരു മാനസികമായി അത്രയൊന്നും കരുത്ത് ചിലപ്പോൾ ഉണ്ടാവില്ല. പ്രതീക്ഷകളെ അവന് ചിലപ്പോൾ നഷ്ടപ്പെടും. വാൻഗോഗിനെ പോലുള്ള വലിയ വിശ്രുത ചിത്രകാരന്മാരൊക്കെ ആത്മഹത്യയിലേക്ക് നടന്നുപോയ ആളുകൾ ഒരുപാട് ആൾക്കാരുണ്ട്. ലോഹിതദാസ്, ഭരതൻ, ഇവരൊക്കെ ചിട്ടയായ ജീവിതശൈലി ഇല്ലാത്ത ആളുകളാണ്. അവരൊക്കെ പോയത് പഴയകാല സിനിമകളിലും കലാകാരന്മാരെയും ഒക്കെ നോക്കിയാലും പുതിയ കാലത്തിലേക്ക് നോക്കിയാലൊക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മളെ ഇന്ത്യൻ സിനിമയിലേക്ക് വന്നാൽ കന്നഡ നടനായിട്ടുള്ള പുനീത് രാജ്കുമാർ,
അന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാധകരുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ ആയിരുന്ന ആള്. അദ്ദേഹം ഓവർഡൂ ചെയ്തിട്ടാണ്, എക്സസൈസ് ഓവറായിട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ഇത് നന്നാക്കാൻ വേണ്ടി ചെയ്തിട്ട് അത് അമിതമായി പോയിട്ട് അദ്ദേഹം ഹാർട്ട് അറ്റാക്കിനെ തുടർന്നാണ് മരിച്ചത്. വൈശാലി താക്കർ, ഹിന്ദി ടെലിവിഷൻ രംഗത്ത് അറിയപ്പെടുന്ന നടിയായിട്ടുള്ള അവർ 29ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത്. ശ്രീദേവി, ഇന്ത്യൻ സിനിമയുടെ ഗ്ലാമർ ഗേള് എന്ന് പറയുന്ന നടി എന്ന നിലയ്ക്ക് അസാമാന്യ വൈഭവമുള്ള ഒരു നടി. എനിക്ക് തോന്നുന്നു ശ്രീദേവിയുടെ സൗന്ദര്യമൊന്നും പിന്നീട് കൊണ്ടുവരാൻ ആർക്കും അത്രമാത്രം ഇതുവരെ ശരീരവടിവും സൗന്ദര്യവും ഒക്കെ ഒത്തിണങ്ങിയ ഒരാൾക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അവര് വെള്ളത്തിൽ മുങ്ങി, ബാത്ത് ടബിൽ മുങ്ങിയാണ് അകാല മരണം സംഭവിക്കുന്നത്. അവര് ലഹരി ഉപയോഗിച്ചിരുന്നു, മദ്യം ഉപയോഗിച്ചിരുന്നു, അതുകൊണ്ട് അവർക്ക് അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ വാദങ്ങളുണ്ട്. അതെന്തായാലും അകാല മരണമായിരുന്നു. അവരിപ്പോൾ ഉണ്ടായിരുന്ന കുറെ നല്ല ഇംഗ്ലീഷ് ഒക്കെ പോലുള്ള പടങ്ങൾ അല്ലേ, എത്ര അന്താരാഷ്ട്ര പ്രശസ്തമായ സിനിമകളൊക്കെയാണ്. അപ്പം മൂന്നാം പിറ എന്ന് പറഞ്ഞ ശ്രീദേവിയുടെ സിനിമയൊക്കെ നമുക്ക് എത്ര അവിസ്മരണീയമായ സിനിമകളായിരുന്നു. വൈഭവി ഉപാധ്യായ, മറാഠി സിനിമയിലെ പ്രതിഭാധനയായ നടിയാണ്. അപ്പൊ ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന സുബിൻ ഗാർഗിന്റെ അകാല വിയോഗം. അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിലെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഫെസ്റ്റിവലിൽ വെച്ചാണ് അദ്ദേഹം നീന്തൽ കുളത്തിൽ നീന്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് എന്ന് പറയുന്നു. അദ്ദേഹം ആരായിരുന്നു അറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ അസമിന്റെ ശബ്ദവും ആത്മാവുമായ ദ സോൾ ഓഫ് അസം, ദ സൗണ്ട് ഓഫ് അസം ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ജനനം ഒരു സുബിൻ ബോർത്താക്കൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ബോർത്താക്കൂർ എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ സമുദായം പോലെയുള്ള ഒരു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്, ഉന്നത കുലജാതനായിട്ടുള്ള ഒരു സമുദായത്തിലാണ്. അദ്ദേഹത്തിന്റെ അമ്മ ഇലി ബോർത്താക്കൂർ ഒരു ഗായികയായിരുന്നു. നല്ല പശ്ചാത്തലത്തിൽ അദ്ദേഹം ജനിച്ചത്. അച്ഛനോ സംഗീത പശ്ചാത്തലം. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. അച്ഛൻ മോഹൻ ബോർത്താക്കൂർ കവിയും ഗാനരചയിതാവുമായിരുന്നു. അപ്പൊ ഇവരുടെ ഒരു അന്തരീക്ഷത്തിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹം, നമ്മുടെ ഈ സുബിൻ ഗാർഗ് കലാകാരനായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ സംഗീത യാത്ര തുടങ്ങുന്നത് എവിടെ നിന്നാ അറിയുമോ? 1992 അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനാമിക എന്ന ആൽബം പുറത്തിറങ്ങി. ഇത് വലിയ സ്വീകാര്യതയാണ് ഈ ആൽബം നേടിയത്. അതിനുശേഷം അസമിന്റെ നാടൻ പാട്ടുകളായ ബിഹു, ഈ ബിഹു നമുക്ക് ഈ ദൂരദർശന്റെ ഒക്കെ പ്രോഗ്രാമിലൊക്കെ ഈ നാടൻ പാട്ടുകൾ, ഓരോ സംസ്ഥാനത്തിന്റെ നാടൻ പാട്ടുകൾ ദേശീയ തലത്തിൽ എത്തിക്കാൻ ഇപ്പോഴുണ്ട്, ആ പ്രോഗ്രാമുണ്ട്. അപ്പൊ ആ പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല പാട്ടുകളൊക്കെ ഈ പ്രശസ്തമായിട്ടുള്ള ഈ അസമിന്റെ തനത് സംഗീതമാണ്. അതിന് ബിഹു എന്നാ പറയുക. ഈ ബിഹു സംഗീതത്തെ AR റഹ്മാനൊക്കെ നമ്മുടെ തമിഴ് നാടോടി സംഗീതത്തെ, അല്ലെങ്കിൽ ഇളയരാജയ്ക്ക് തമിഴ് നാടോടി സംഗീതത്തൊക്കെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട്, ആധുനിക സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടെ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ലോകത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്ന മഹത്തായ കർമ്മം ചെയ്തതുപോലെ ഇദ്ദേഹം അസമിന്റെ സംഗീതം, ബിഹു സംഗീതത്തെ മോഡേൺ സംഗീതത്തിന്റെ അകമ്പടിയോടെ ലോകത്തിന്റെ മുന്നിൽ പുനഃപ്രതിഷ്ഠിച്ചു എന്നിടത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം, അദ്ദേഹം ചെയ്ത സംഭാവന എന്ന് പറയുന്നത്. അപ്പം വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെ ഒരു വിപ്ലവമായി എന്നാണ്. നമുക്ക് വിപ്ലവം നയിക്കുന്നത് ഇൻക്ലാബ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മാത്രമല്ല. കലാകാരൻ എപ്പോഴും അവരെ ആഹ്വാനം ചെയ്യുകയാണ്, ഇതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പം പലപ്പോഴും പല രാജ്യങ്ങളിലും, ബൊളീവിയ പോലുള്ള രാജ്യങ്ങളിൽ, ക്യൂബ പോലുള്ള രാജ്യങ്ങളിൽ ഒക്കെ സംഗീതത്തിന്റെ അകമ്പടിയോടെ, ദക്ഷിണാഫ്രിക്കയിൽ സംഗീതം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച ഒരുപാട് ആളുകളുണ്ട്, സംഗീതകാരന്മാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ദേശീയ പ്രശസ്തി അദ്ദേഹത്തിന് 2006 ഗാങ്സ്റ്റർ എന്ന പടത്തിൽ സംഗീതം പാടിക്കൊണ്ടാണ് യാ അലി, ഞാൻ മുൻപ് പറഞ്ഞ പോലെ യാ അലി എന്ന പ്രശസ്തമായ ഗാനം അദ്ദേഹത്തിന് ചില്ലറയൊന്നുമല്ല അദ്ദേഹത്തിന് ആരാധക വൃന്ദത്തെ നേടിയെടുത്തത്. തുടർന്ന് ഹിന്ദി, ബംഗാളി, അസമീസ് തുടങ്ങിയ ഭാഷകളിലെല്ലാം അദ്ദേഹം പാടി. പ്ലേ ബാക്ക് സിംഗർ, ലിറിക്സിസ്റ്റ്, കമ്പോസർ, ആക്ടർ, വോക്കൽ ആർട്ടിസ്റ്റ്, സോഷ്യൽ ആർട്ടിസ്റ്റ്, പല മുഖങ്ങളുള്ള കലാകാരൻ. 38,000-ലധികം ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായി റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിക്കുന്നത് അസമിൻ്റെ ആത്മാവ് എന്നാണ്. ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട്, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ സീഷർ എന്ന ഒരു രോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു എന്നാണ് കുടുംബം പറയുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായത്. ഒരു പ്രത്യേക രോഗമാണ് സീഷർ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ വെറൊരു പാട്ടുകാരനായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത്, അസം സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടാണ്. അദ്ദേഹം ജനിച്ചത് മേഘാലയയിലാണ്. മേഘങ്ങളെ തൊട്ടുരുമുന്ന നാട് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള മേഘാലയയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രകൃതി സുന്ദരമായിട്ടുള്ള, അദ്ദേഹത്തിന്റെ സംഗീതം പോലെ തന്നെ സുന്ദരമായിട്ടുള്ള ഒരു രാജ്യത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ നമ്മുടെ എല്ലാം
മനസ്സിൽ തങ്ങി നിൽക്കുമ്പോൾ, ഈ കലാകാരന്മാരുടെ ജീവിതവും ഇവർ നൽകിയ സംഭാവനകളും എക്കാലത്തും നിലനിൽക്കുമ്പോൾ ഇത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഓർമ്മപ്പെടുത്തലാണ്, സന്ദേശമല്ലല്ലോ, ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതം ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്, കലാകാരനാവട്ടെ മറ്റെന്തെങ്കിലും ആവട്ടെ, പക്ഷേ ചിട്ടയായ ജീവിതം, ധന്യയും ഞാനും അടക്കമുള്ള ആളുകളുടെ ചിട്ടയായ ജീവിതം നമുക്ക് ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിക്കാൻ കാരണമാകും. നമ്മുടെ കുടുംബത്തിന് അത് സഹായവും താങ്ങും തണലുമായി മാറും. ആ രീതിയിൽ വേണം അതിനെ കാണാൻ. ഇദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഒപ്പം ഒരു കല, അദ്ദേഹത്തിൻ്റെ കല ഒരിക്കലും മരിക്കുകയില്ല. ആ കലാരൂപം നമ്മളോടൊപ്പം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഒരു മറയത്ത്, കാണാമറയത്ത് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ സംഗീതവും ഉണ്ടാവും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി, നിത്യശാന്തിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.